പോലീസ് എന്തായാലും ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. നേരത്തെ ആദ്യം ജോൺ ബ്രിട്ടാസാണ് ഇവിടേക്ക് വിവരം അറിഞ്ഞെത്തിയത്. അതിനുശേഷമാണ് എം എ ബേബി പാർട്ടി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഡൽഹി പോലീസ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഐഷി ഘോഷി ഈ AKG ഭവനിൽ തന്നെയാണ് നിലവിലുള്ളത്. ഐഷിയുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. 2021 രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ ഭാഗത്തുകൊണ്ട് ഇത്തരമൊരു നടപടി ഉണ്ടായത്. ഒരു പ്രതിഷേധത്തിൽ 2021 ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന്റെ പേരിലായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത്. ആ കേസിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട ആ കേസ് അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കും. അതിനിടയിലാണ് പോലീസ് വളരെ വേഗം ഐഷി ഘോഷിനെ തപ്പി ഈ പാർട്ടി ഓഫീസിലേക്ക് എത്തിയത്. ഐഷി സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മുതിർന്ന നേതാക്കൾ ആരും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് എത്തിയത്. 2 പേർ താഴെ നിൽക്കുകയായിരുന്നു, 2 പേർ മുകളിൽ ഐഷിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു നടപടി വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധം CPM-ന്റെ ഭാഗത്തുനിന്നുകൊണ്ട് വളരെ വേഗം ഉയരുകയും ചെയ്തത്. ഇപ്പോൾ അഭിഭാഷകർ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. സുഭാഷ് ചന്ദ്രനാണ് ഇപ്പോൾ സംസാരിക്കാനായിട്ട്. എന്തായാലും നോക്കിയിട്ട് ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നോക്കിയിട്ട് ഞങ്ങളെ കാര്യങ്ങൾ നോക്കിയിട്ട് പറയാം. അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. CPM-ന്റെ കേസുകൾ ഉൾപ്പെടെ നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ ഐഷി ഘോഷ് ഇവിടെയുണ്ട്. ഉടൻ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CPM-ന്റെ ഭാഗത്തുകൊണ്ട് വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. CPM-ന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല SFIയുടെ ഭാഗത്തുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒരു അഖിലേന്ത്യാ നേതാവാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വർഷങ്ങളായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഐഷി. ഐഷിക്കെതിരെയാണ് പഴയ ഒരു കേസ് പറഞ്ഞുകൊണ്ട് ഐഷിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഡൽഹി പോലീസിന്റെ ഒരു സംഘം ഈ ഒരു മുന്നറിയിപ്പ് നൽകാതെ ഡൽഹിയിലെ CPM-ന്റെ ആസ്ഥാനത്തേക്ക് AKG ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം CPM-ന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകും. കാരണം ഈ CJP സമരത്തിന് തൊട്ട് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത്. അതും ഈ CJP പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ല ഈ ഒരു നടപടി എന്ന് പോലീസ് പറയുമ്പോൾ നമ്മൾ അതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം അത്തരമൊരു പ്രതിഷേധം നടന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു നടപടി ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നത്. അതും 2011 പഴയ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇത്തരമൊരു നടപടി വളരെ പെട്ടെന്ന് SFIയുടെ ഒരു നേതാവിനെതിരെ എടുക്കുന്നത്. SFIയുടെ ഭാഗത്തുകൊണ്ട് വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അത് കോർട്ട് പ്രൊസീഡിംഗ്സ് നടക്കുന്ന കേസല്ലേ? അപ്പോൾ അതിൽ എന്ത് പറഞ്ഞാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞവിടെ എത്തിയത്? അടുത്ത ദിവസം കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഐഷിയെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഡൽഹി പോലീസ് ഇതുവരെ നമ്മളോടോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളോടോ പങ്കുവച്ചിട്ടില്ല. 2011 കേസാണ് എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ എന്താണ് ഇതിനെതിരെയുള്ള നടപടി, പെട്ടെന്ന് ഇത്തരമൊരു കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കൂടുതൽ CPM നേതാക്കളും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും ഉൾപ്പെടെ AKG ഭവനിലേക്ക് എത്തിയതിനെ തുടർന്നാണ് പോലീസ് ഐഷിയെ കസ്റ്റഡിയിലെടുക്കാതെ ഇവിടെ നിന്ന് മടങ്ങിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഐസിയെ ഉടൻ തന്നെ ഇവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമായിരുന്നു. ഏകദേശം അരമണിക്കൂറിലധികം ഡൽഹി പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ നമ്മൾ അവരോട് ജോൺ ബ്രിട്ടാസ് സംസാരിച്ചിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ കേസിന്റെ വിവരങ്ങൾ പോലീസ് ഏതായാലും പങ്കുവച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഐഷി തന്നെ ഉടൻ തന്നെ താഴെ എത്തും. ആ സമയത്ത് ഐഷിയോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാം. പ്രതിഷേധം CPM-ന്റെയും SFIയുടെയും ഭാഗത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉയരും. കാരണം പാർട്ടി ഓഫീസിലേക്കാണ് പോലീസ് എത്തിയത്. അത് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടായില്ല. CPM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. MP-മാർ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓഫീസ് സ്റ്റാഫും അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്തായിരുന്നു ഇത്തരമൊരു നടപടി ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. പോലീസ് എന്തായാലും ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഐഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അത്തരമൊരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായത്. അതാണ്